നമസ്കാരം. 45 ദിവസം 45 കോടി ആളുകൾ പ്രയാഗ്രാജിൽ മഹാകുംഭമേള തുടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്ന 45 കോടി തീർത്ഥാടകർ എന്നാൽ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 4/1. ആ കണക്കനുസരിച്ചാണെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന 4/1 കുംഭമേളയ്ക്ക് എത്തുന്നു എന്ന് കരുതേണ്ടി വരും. എണ്ണം എത്രയാണെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസി സംഗമമാണ് പ്രയാഗ്രാജ് എന്ന പഴയ അലഹബാദിൽ നടക്കുന്നത്. ഭൂമിയിൽ ഒരിടത്തും ഇത്ര മനുഷ്യർ ഇതിനു മുമ്പ് ഇങ്ങനെ ഒത്തുകൂടിയിട്ടില്ല. 9-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ആരംഭിച്ചതാണ് കുംഭമേള എന്ന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ചരിത്രകാരന്മാരും രേഖകളും. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതെന്ന് കരുതുന്ന സന്യാസിമാരും വിശ്വാസികളും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ മുന്നേറ്റം എന്ന് പറയുന്ന ബ്രിട്ടീഷ് രേഖകൾ. ചരിത്രം എന്തായാലും വിശ്വാസത്തിൽ യുക്തി തിരയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനേ ഉപകരിക്കൂ. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് മഹാകുംഭമേളയെക്കുറിച്ചാണ്. സ്വാഗതം. 4000 ഹെക്ടർ സ്ഥലത്ത് തീർത്ഥാടക നഗരം. ഏതാണ്ട് 7500 ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പം വരുമത്. താമസിക്കാൻ 1,60,60,000 ടെന്റുകൾ, 1,45,000 വിശ്രമ മുറികൾ, 1.5 ലക്ഷം ശുചിമുറികൾ, 1249 കിലോമീറ്റർ നീളത്തിൽ ശുദ്ധജല പൈപ്പുകൾ, 99 പാർക്കിംഗ് മൈതാനങ്ങളിലായി 5 ലക്ഷം വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യം. നഗരങ്ങളിലെ 1 ലക്ഷം വീടുകൾക്ക് 1 മാസത്തേക്ക് വേണ്ട വൈദ്യുതിയാണ് മഹാകുംഭമേളയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. 100 പ്രത്യേക ട്രെയിനുകൾ കൂടി ചേരുന്നതോടെ ഈ ദിവസങ്ങളിൽ പ്രയാഗ്രാജിലേക്ക് എത്തുന്നത് 3300 ട്രിപ്പുകളാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള. അത്തരം 12 കുംഭമേളകൾ പൂർത്തിയാകുമ്പോഴാണ് മഹാകുംഭമേള. 144 വർഷത്തിന് ശേഷം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവസാന മഹാകുംഭമേള നടന്നത് 1881 ആ വർഷത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. 1857 കഴിഞ്ഞ് 24 വർഷത്തിന് ശേഷം നടന്ന മഹാകുംഭമേള. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊപ്പമാണ് കുംഭമേള വിപുലമായി കൊണ്ടാടിയത്. അതിനുശേഷം 1869 അടുത്തത് നടന്നു. പിന്നീട് 12 വർഷം കഴിഞ്ഞ് 1881 1857 ശേഷം ഹൈന്ദവ ആചാരങ്ങൾക്കുണ്ടായ ഉണർവുമായി കൂടി ഇതിനെ കൂട്ടി വായിക്കണം. 5438 കോടി രൂപയാണ് ഈ മഹാകുംഭമേളയ്ക്കായി ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചത്. ഇതിനു പുറമെ 1000 കോടി രൂപ കൂടി പിന്നീട് അനുവദിച്ചു. വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കൂടി ചേരുമ്പോൾ 7000 കോടി രൂപയാണ് ചെലവ്. 67,000 തെരുവ് വിളക്കുകളാണ് പുതുതായി സ്ഥാപിച്ചത്. 650 കിലോമീറ്റർ റോഡാണ് ഇതിനു മാത്രമായി പണിതത്. വെള്ളം കിട്ടുന്ന 200 ATMകൾ, 85 കുഴൽ കിണറുകൾ എന്നിവയും സ്ഥാപിച്ചു. ഗംഗ, യമുന നദികളിൽ 30 പാലങ്ങൾ നിർമ്മിച്ചു. സങ്കല്പത്തിലെ സരസ്വതി കൂടി ചേർന്ന് 3 നദികൾ സംഗമിക്കുന്ന പ്രദേശം ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. എത്തുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമാണ് മഹാകുംഭമേളയിൽ നടക്കുന്നത് എന്ന് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദു വിശ്വാസത്തിലെ 13 ധാരകൾക്കും നൽകിയ ഇടമാണ് 1857 കുംഭമേളയിൽ കൊണ്ടുവന്ന മാറ്റം. അതുവരെ ഹരിദ്വാറിലും ഉജ്ജയിനിലും പ്രയാഗ്രാജിലും നാസിക്കിലും എത്തിയിരുന്നവരിൽ ഏറെയും ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിലെ സന്യാസിമാരും അനുയായികളുമായിരുന്നു. ശൃംഗേരിയിലും ദ്വാരകയിലും പുരിയിലും ബദ്രിയിലും നിന്ന് മാത്രം ആരംഭിച്ചിരുന്ന തീർത്ഥാടനം അതോടെ വലിയൊരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ചു. ഹിന്ദു സന്യാസി സമൂഹം സംഗമിക്കുന്ന ഇടമാണ് പ്രയാഗ്രാജ്. വിചിത്രമെന്ന് തോന്നാവുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ഹിമാലയത്തിലും ഘോര വനങ്ങളിലുമൊക്കെ ജീവിക്കുന്നവർ ഉൾപ്പെടെ എത്തുന്ന സംഗമമാണ്. 12 വർഷം കൂടുമ്പോഴുള്ള മഹാകുംഭമേള കൂടാതെ 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന അർദ്ധസ്നാനങ്ങളിലും ലക്ഷങ്ങൾ എത്താറുണ്ട്. ഇത്തവണ 144 വർഷത്തിന് ശേഷം എന്ന കണക്കുകൂടി ചേരുന്നതോടെ മുമ്പെങ്ങുമില്ലാത്ത വിധം തയ്യാറെടുപ്പുകൾ നടന്നു.
ഹിന്ദു വിശ്വാസത്തിന്റെയും ആരാധനാക്രമങ്ങളുടെയും എല്ലാം മൂലാധാരം കുംഭങ്ങൾ അഥവാ കലശങ്ങളാണ്. കടഞ്ഞെടുത്ത അമൃത കുംഭം അസുരന്മാർക്ക് കിട്ടാതിരിക്കാൻ ഓടിയ 12 ദേവദിവസങ്ങളാണ് കുംഭമേള വിശ്വാസത്തിന്റെ 12 വർഷം. കലശമാടുന്നത് അമൃതിന് സമമായി സങ്കല്പിച്ചാണ്. ഗംഗയും യമുനയും സങ്കല്പത്തിലെ സരസ്വതിയും കൂടി സംഗമിക്കുമ്പോൾ വിശ്വാസത്തിന് പൂർണ്ണത വരും. ഉജ്ജയിനിയിലെ ക്ഷിപ്രയും നാസിക്കിലെ ഗോദാവരിയും ഇതിനൊപ്പം ചേരും. പങ്കെടുക്കുന്നത് 10 കോടി മുതൽ 45 കോടി വരെ എത്ര ജനതയുമാകട്ടെ, അപരനെ വെറുക്കാത്ത ഏതു കൂട്ടായ്മയെയും സ്വാഗതം ചെയ്യുക തന്നെ വേണം. ഇതിനു മുമ്പ് പൂർണ്ണ കുംഭമേള നടന്നത് 2013-ലാണ്. അന്ന് തിക്കിലും തിരക്കിലും 26 പേർക്ക് ജീവൻ നഷ്ടമായി. കാണാതായ നിരവധി പേരെക്കുറിച്ച് ഇനിയും വിവരമില്ല. ലോകത്തൊരിടത്തും ഉണ്ടാകാത്ത ആൾക്കൂട്ടമാണ് പ്രയാഗ്രാജ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ ഉണ്ടാകണം. 7000 കോടി നീക്കിവെച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനാണ്. ആവശ്യമെങ്കിൽ അത്രയും തുക തന്നെ നീക്കിവെച്ച് സുരക്ഷ ഒരുക്കണം. അത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാകാനും പാടില്ല. കേന്ദ്രസേനയും സംവിധാനങ്ങളും സജ്ജമാകണം. അതിനാകണം ഇനിയുള്ള ശ്രദ്ധ മുഴുവൻ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.